ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വളർന്നു വരുന്നൊരു ആൺകുട്ടീനെ സംബന്ധിച്ച് ഓൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓനെ സംബന്ധിച്ച് ഓൻ ആ ടെസ്റ്റോസ്റ്ററോണൊക്കെ ഉണ്ടായി വരുന്ന ടൈമിൽ ഓൻ്റെ ഏറ്റവും കൂടുതൽ ലൈഫിൽ റിസ്ക് എടുക്കാനും ബിൽഡ് ചെയ്യാനൊക്കെ ഓനക്ക് ഏറ്റവും പ്രൈമറി മോട്ടിവേഷൻ കൊടുക്കുന്ന സംഭവമാണ് ജീവിതത്തിൽ നല്ലൊരു പാർട്ണർ, ഫ്യൂച്ചർ ഓഫ്സ്പ്രിങ് എന്നൊക്കെ. ഇത് നേച്ചുറലി നമ്മുടെ ഉള്ളിലുള്ള ബയോളജിക്കൽ ഡ്രൈവാണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആര് കൊടുക്കുന്നു? ഫോണിനെ ഫ്രീ ആക്കി കൊടുക്കുന്നു. ഫോൺ ഫ്രീ ആണ്, ഒരു ഫോണും ഇൻ്റർനെറ്റും മാത്രം ഉണ്ടായാൽ മതി. ഫ്രീലി ആക്സസിബിൾ ആയിട്ടുള്ള ഹെറോയിൻ്റെ പോലത്തെ അല്ലെങ്കിൽ ആൽക്കഹോളിനെ പോലത്തെ അതേ ലെവൽക്ക് സബ്സ്റ്റൻസ് അഡിക്ഷൻസ് പോലെ തന്നെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇനി ഓൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈഫിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണത്, അതൊരു റീസൺ. 2, ചീപ്പ് ഡോപ്പമിൻ ഈസിലി അവൈലബിൾ ആണ്. ഒരാളെ അൺഹെൽത്തി ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫുഡുകൾ എല്ലായിടത്തും ഉണ്ടാവും. ഏറ്റവും ടേസ്റ്റുള്ള, ഏറ്റവും കൂടുതൽ നമ്മളെ ബയോളജിക്കലി നമുക്ക് ഡോപ്പമിൻ തരുന്ന രീതിയിലുള്ള ഫുഡുകൾ കോൺസ്റ്റൻ്റ്ലി അവൈലബിൾ ആണ്. പല റോഡ് ഫുള്ള് ഇപ്പം എന്താണ് ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, കണ്ണെടുക്കാതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട, റിസ്ക് എടുക്കേണ്ട, ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും വലിയൊരു പ്രഷറോ അല്ലെങ്കിൽ എല്ലാവരും വലിയ പോത്താളായിട്ടും കുട്ടികളെ നോക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുക്കന്മാർക്ക് പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, ശരിക്കും ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ നല്ല റോൾ മോഡൽസ് ഇല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇവരൊക്കെ ഒരു വീക്കായിട്ടുള്ള, ലൈഫിൽ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാത്ത, എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒളിച്ചോടുന്ന, എപ്പോഴും പ്ലഷർ സീക്ക് ചെയ്യുന്ന, ഫിസിക്കലി വീക്കായിട്ടുള്ള, മെൻ്റൽ ഹെൽത്ത് ആകെ ഒരുപാട് ഇരപ്പായിട്ടുള്ള, ഒന്നിനും പറ്റാത്ത ജസ്റ്റ് ഒരു കൺസ്യൂമേഴ്സ് മാത്രമായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും എന്താപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സിസ്റ്റത്തിനുള്ള മെച്ചം എന്താ വെച്ചാൽ, ഡിസിപ്ലിനുള്ള, മാസ്കുലിൻ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓല അങ്ങനെ വല്ലാതെ ഓർഡേഴ്സൊന്നും അങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് കേൾക്കുന്നില്ല. എന്തെങ്കിലും ഓൾക്ക് നെഗറ്റീവായി തോന്നുകയാണെങ്കിൽ ഒരു തിരിച്ച് ഫൈറ്റ് ചെയ്യും. അതിനുള്ള ആരോഗ്യം ഓൽക്കുണ്ട്, അതിനുള്ള ചിന്തിക്കാനുള്ള കഴിവ് ഓൽക്കുണ്ട്. ഓല് ആക്ച്വലി ലൈഫിൽ ഗോ ഗെറ്റേഴ്സാണ്, സംഭവങ്ങൾ പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാൽ അതേസമയം ഈ ചെക്കന്മാരെ, ഈ വളർന്നു വരുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ മിലിറ്ററി കാണുന്നുണ്ടെങ്കിലും എല്ലാത്തും കാണുന്നുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക്, അങ്ങനത്തെ ഭയങ്കര ഫിസിക്കൽ സംഭവങ്ങളൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ ചെയ്യണം ആരെന്നെയാണ്? ഐ തിങ്ക് 100% അല്ലെങ്കിൽ ഒരു 90% ആരെന്നെയാണ്? ആണുങ്ങളാണ്. ഈ വരുന്ന യങ് ബോയ്സ് ആണ്. അപ്പോൾ ഇവരെ സെഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ ഈ പോണും ജങ്ക് ഫുഡും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്താണ്ട് ഒന്നിനും പറ്റാത്ത കൺസ്യൂമറാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ബിസിനസ്സുകാർക്ക്. പക്ഷേ ഇവരൊന്നും എന്തും ചെയ്യൂല, തിരിച്ച് റെസിസ്റ്റ് ചെയ്യാനും പറ്റില്ല, ഇവർക്ക് വെയ്ക്കൂല. അതിനുള്ള ദമ്മൊലിക്കില്ല, അതിനുള്ള ചിന്തിക്കാനുള്ള കഴിവില്ല, അവർക്ക് ഫിസിക്കലി സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ജനറേഷൻ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.